നമസ്കാരം. എൻ്റെ പേര് നിത. ഞാൻ വാട്ടർ അതോറിറ്റിയിൽ സർവേറായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാൻ ഹോളിമാതയുടെ ഒരു പഴയ വിദ്യാർത്ഥിയാണ്. 2015 ഞാൻ ഹോളിമാതയിൽ പഠിച്ചിരുന്നത്. ആ സമയത്ത് ഞാൻ IT വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ നമുക്ക് ജോലി കിട്ടാനായിട്ട് എന്തെങ്കിലും കോച്ചിങ് ക്ലാസ് ഉണ്ടോ, സർക്കാർ ജോലി കിട്ടാനായിട്ട് വല്ല കോച്ചിങ് ക്ലാസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഷിൻഡോ സാറ് ചാലക്കുടിയിലൊരു കോച്ചിങ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. സൺഡേ ബാച്ചാണ് ഉള്ളത്, രാവിലെ തൊട്ട് ഉച്ച വരെയാണെന്നെല്ലാം അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഒരു 3-4 പേര് കൂടിയിട്ടാണ് അവിടെ. അന്ന് ആ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ IT ഒരു ഇതെല്ലാവരും ഗസ്റ്റുമാരായിരുന്നു, ഗസ്റ്റ് ഇൻസ്ട്രക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3-4 പേര് കൂടി വന്ന് സാറിനെ കണ്ട് ജോയിൻ ചെയ്യണത്. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനാണെങ്കിൽ ആർക്കിടെക്ചറാണ്, അപ്പോൾ എങ്ങനെയാണ് ആർക്കിടെക്ചറിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു, അധികം ഒഴിവുകളൊന്നും ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഹൗസിംഗ് ബോർഡ് പോലുള്ളിടത്തൊക്കെ 1-2 ഒഴിവുകൾ മാത്രമേ ഈ ആർക്കിടെക്ചറിനുള്ളൂ. പിന്നെയാണെങ്കിൽ ഞാൻ IT സർവേ ആയതുകൊണ്ട് സാറ് പറഞ്ഞു ജോയിൻ ചെയ്തോ, സർവേയുടെ ഇതിനുള്ള എക്സാമിനൊക്കെയുള്ള ക്ലാസ്സും കൂടി ഉണ്ട്, അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞിട്ട് അങ്ങനെ ജോയിൻ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ 4 പേരും ജോയിൻ ചെയ്തു. സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ രാവിലെ തൊട്ട് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ക്ലാസ് എടുക്കും സാറ്. പിന്നെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരും, നമ്മളത് ആൻസർ ചെയ്യണം, നോട്ട് തരും. അതൊന്നുമല്ല, ക്ലാസ്സിൻ്റെ ഇടയിൽ സാറ് കുറേ കാര്യങ്ങൾ പറയും, നമ്മൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ. അതിൽ വേക്കൻസികൾ എത്രയുണ്ട്, എവിടേക്ക് ഏതൊക്കെ എക്സാമുകൾ വരാൻ പോണത്, എത്ര വേക്കൻസി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. പിന്നെ സാറിൻ്റെ വാക്കുകൾ കേട്ട് തന്നെ പഠിക്കാനും തോന്നിക്കും. അതേപോലത്തെ ക്ലാസ്സാണ്, വളരെ നല്ല ക്ലാസ്സാണ്. ഡ്രോയിങ്ങിൻ്റെയൊക്കെ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ അവിടെ IT ആർക്കിടെക്ചറിലാണ് ഇൻസ്ട്രക്ടർ ആയിരുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഡ്രോയിങ്ങുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഡ്രോയിങ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലാസ്സായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ എക്സാമിന് മാത്രമല്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ക്ലാസ്സുകൾ. പിന്നെ ഞാൻ 16 എനിക്ക് ജോലി കിട്ടി, വാട്ടർ അതോറിറ്റിയിൽ കിട്ടി. അങ്ങനെ ഞാൻ പോരുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ ഡ്രോയിങ്ങിൻ്റെ നോട്ട് സാറ് വാങ്ങിച്ചിരുന്നു. പിന്നെ വേണമെങ്കിൽ കുറച്ച് കാലം വേണമെങ്കിൽ സാറത് വെച്ചായിരിക്കും കുട്ടികൾക്ക് നോട്ട് കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. നമുക്ക് നോട്ടൊക്കെ നല്ല അസൽ നോട്ടുകൾ തരാം. പിന്നെ ആ സമയത്ത് സാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട്, വേറെ ഫാക്കൽറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സാർ ഒറ്റയ്ക്കാണ് ക്ലാസ് എടുക്കാറ്. പിന്നെ എക്സാമുകൾ അടുത്ത് വരുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ സാറ് 1 ആഴ്ച 2 ആഴ്ചയ്ക്കൊക്കെ ആയിട്ട് എക്സ്ട്രാ ക്ലാസ്സുകൾ എടുക്കും. അപ്പോൾ അതിന് വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ക്ലാസ്സാണ്. നമുക്ക് അവിടെ പോയിരുന്ന് ക്ലാസ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരും, വേണ്ടവർക്ക് കമ്പൈൻ സ്റ്റഡി നടത്താം, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഞായറാഴ്ചയായാലും ഉച്ചയ്ക്ക് പോരണമെന്നില്ല, വേണ്ടവർക്ക് അവിടെ ഇരുന്ന് കമ്പൈൻ സ്റ്റഡി ഒക്കെ ചെയ്ത് വൈകിട്ടായാലും പോന്നാലും മതി. അതിനൊന്നും സാറ് ഒന്നും പറയില്ല. പിന്നെ സാറിൻ്റെ അടുത്ത് എന്ത് കാര്യങ്ങളും നമുക്ക് ചോദിക്കാം. ഈ സർവീസിന് പുറമെയുള്ള കാര്യങ്ങളും ചോദിക്കാം. ഇപ്പോൾ ഞങ്ങൾ സർവീസിൽ കയറിയിട്ടായാലും ശരി, എന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോൾ സാറിനെ വിളിച്ച് ചോദിക്കുക, സാറ് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ ഒരുപാട് നമുക്കൊക്കെ ഒരുപാട് ഉപകാരമുണ്ട്. സാറിൻ്റെ ക്ലാസ് ആയാലും സാറിനെ പരിചയപ്പെട്ടതും എല്ലാം നമുക്ക് എന്ത് കാര്യത്തിനും വിളിച്ച് ചോദിക്കാം. അങ്ങനെയാണ്. പിന്നെ ദൈവം സഹായിച്ച് ഞങ്ങൾ 4 പേർക്കും ജോലി കിട്ടി. ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിലും LSTDയിലും PWDയിലൊക്കെ ആയിട്ട് എല്ലാവരും കയറി. പിന്നെ അന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ അത്ര കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കുറച്ച് പേരേ ഉള്ളൂ. അന്ന് എനിക്ക് തോന്നുന്നു അന്നുണ്ടായിരുന്ന എല്ലാവരും ജോലിക്ക് കയറിയിട്ടുണ്ട്. പലരെയും നമ്മൾ പലയിടത്തും വെച്ച് കാണും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ജോലിക്ക് കയറിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലക്കുടി ITയിലും BR ITയിലൊക്കെ ഒരുവിധം കുട്ടികൾ ജോലി വാങ്ങിച്ചിരിക്കുന്നത് സാറിൻ്റെ ഒരൊറ്റ കഴിവുകൊണ്ട് മാത്രമാണ്. സാറിൻ്റെ ഈ ക്ലാസ് കാരണം BR ITയിലെ എല്ലാ കുട്ടികളും ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു സാറിൻ്റെ കോച്ചിങ് സെൻറ്ററിൽ. ആ കുട്ടികളും ഒക്കെ ഒരുവിധം എല്ലാ കുട്ടികൾക്കും ജോലി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഒരുപാട് എന്താ പറയുക, നമുക്കൊക്കെ കുറേ മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പഠിച്ചവർക്ക് ഒരുവിധം എല്ലാവരും ജോലി കിട്ടിയിട്ടുണ്ട്. സാറിൻ്റെ ക്ലാസ്സിന് പുറമെ ആ മോട്ടിവേഷൻ ക്ലാസ് തന്നെ വളരെ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ക്ലാസ്സിൻ്റെ ഇടയിലായാലും ഇങ്ങനെ പഠിക്കണ കാര്യങ്ങളും എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതിനും സാറിനെ പരിചയപ്പെടാൻ പറ്റിയതിനൊക്കെ